വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് മൈൻക്രാഫ്റ്റ് ഒക്കെ കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിർഭാഗ്യവശാൽ യൂട്യൂബിൽ വന്നിട്ടില്ല. യൂട്യൂബ് ചതിച്ചു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇട്ടിട്ട് കാണാനില്ല. പിന്നെ അത് 1-2 വ്യൂസ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും അതങ്ങാണ്ട് പോയി. അതെന്താ പറ്റുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാം. എന്റെ സാധനം പിടിച്ചിരിക്കുന്നത് കള്ളൻ എന്നെ പിടിച്ചിരിക്കുന്നു. ഇതിനെ കൊല്ലണം, എന്നാലും എന്നെ സാധനം പിടിച്ചിരിക്കുന്നു. രാവിലെ ഗൈസ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ വെപ്പൺസ് ഒന്നും കാണാണ്ടായി. എന്റെ ഒക്കെ പോയി, എല്ലാം പോയി. അവന്മാരെ അവിടെ നിന്ന് കഷ്ടപ്പെട്ടു. വരെ കത്തിക്കഴിഞ്ഞില്ലേ? എല്ലാം കത്തിക്കഴിഞ്ഞ ചെറുതായിട്ടൊരു മൂഞ്ചല് പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എന്റെ അമ്മ ഇതിന്റെ ഇടയ്ക്ക് വിളിച്ചു. അത്രേ ഉള്ളൂ. ബാക്കിൽ കൂടെ എട്ടുകാലി പറക്ക്. മൂന്ന് റോട്ടൺ ഫ്ലഷ് കിട്ടിയിട്ട് പെട്ടെന്ന് പിന്നെ എനിക്ക് ബെഡൊക്കെ ഉണ്ടാക്കണം. കുറച്ച് സീനാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇതാണെങ്കിൽ ഒരു സ്ഥലട്ടോ, പരിപാടിയാണെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, ഫുള്ളാണ് ലക്ഷണം എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വഴി അങ്ങോട്ട് പോയി നോക്കാൻ കഴിയും. എനിക്ക് എന്തായാലും ഫുഡ് ഇല്ലാണ്ട് പറ്റൂല. ഫുഡാണെങ്കിൽ തീരെ ഇല്ല. ഇങ്ങോട്ട് പോ. 2 ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ഫുഡ് വേണം കഴിച്ചു. ഇതുകൊണ്ടൊന്നും ഒന്നും ആവത്തില്ല. കാരണം എനിക്ക് ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു കഴിച്ചിട്ട്. മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് ഇപ്പൊ ആണെങ്കിൽ ഒരെണ്ണം പോലും കാണാനില്ല. ഇവിടെ എവിടെ എൻഡർമാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ലേശ ശബ്ദമൊക്കെ കേൾക്കാണ്ട്. അവിടെ അടുത്ത പന്നി. ബെഡ് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരാടിനെ പോലും കാണാനില്ല. ഓ, ഇത് മൂക്കാത്ത പന്നിയായിരുന്നു ഗൈസ്. മൂത്തിട്ടില്ലാത്ത പന്നിയാണ്. ഇല്ല ഗൈസ്, ഇവിടെ പന്നി മാത്രമേ ഉള്ളൂ. പന്നി മാത്രമേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. തിരിച്ചു പോവാണ്, അല്ലെങ്കിൽ വീട് ലോസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. എന്റെ വീട് എവിടെയാന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. അയ്യോ, കാണാനില്ലല്ലേ? അവിടെ ഉണ്ട്. ഓ, ആട് ഗൈസ്, ആട്. ഓ അല്ലെ, കിട്ടി. ഓ, മറ്റേ ഷിയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരാടിന്ന് 3 എണ്ണം കിട്ടിയാനെ. ഷിയേഴ്സ് ഇല്ലാണ്ടായി പോയി. എന്ത് ചെയ്യാന്? ഷിയേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ അയൺ വേണ്ടേ? യെസ് ഗൈസ്, ഇവിടെ എൻഡർമാൻ ഉണ്ട് കേട്ടോ. എൻഡർമാന്റെ ഓ, പംകിൻ ഗൈസ്. നമുക്ക് കോപ്പർ കിട്ടുകയാണെങ്കിൽ കോപ്പർ ഗോളം ഉണ്ടാക്കാനും അയൺ ഗോളം ഉണ്ടാക്കാനും ഒക്കെ പംകിൻ ആവശ്യമാണ്. അപ്പൊ പംകിൻ എന്തായാലും കിട്ടിയത് നിങ്ങൾ വെട്ടിയെടുക്കും. ഇത് 4 എണ്ണം അങ്ങോട്ട് വെട്ടിയെടുക്കാം ഗൈസ്. ഞാൻ എന്തായാലും തിന്നണം, കേക്ക് ഉണ്ടാക്കണം, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. എനിക്ക് മെയിൻ ആയിട്ട് ഈ കോപ്പർ ഗോളം അയൺ ഗോളം ഉണ്ടാക്കാനാണ് ഗൈസ്. ഓക്കെ, കോപ്പർ ഗോളം പുതിയൊരു അപ്ഡേറ്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. കോപ്പർ ഗോളം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ചെസ്റ്റ് ഒക്കെ വൃത്തിയാക്കല, അങ്ങനത്തെ കുറച്ച് ഉടായ്പ പരിപാടി തന്നെ. വീടിപ്പ് ഇത് എവിടെയാണ്? എന്നാലും എന്റെ വീടിന്റെ അടുത്ത് മത്തങ്ങ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ തേനീച്ചയുടെ എങ്ങനെ തേൻ എടുക്കാന്നൊന്നും എനിക്കത് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തിട്ടേക്ക്.
ഞാൻ പൊട്ടനാടേ. എനിക്ക് കുറച്ച് ഇത് വേണം. ഏത് ആണെങ്കി ഇപ്പൊ മൈനിങ് സ്പോട്ട് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കാനും പറ്റില്ല. എനിക്ക് അങ്ങനെ പോയാലും ഇത് വേണം. ഓയ് എന്നെ വിളിക്കാണെങ്കിൽ വീഴുന്നില്ലല്ലോ. ഈ കട്ട അങ്ങോട്ട് കുഴിച്ചായി കിട്ടും അത്യാവശ്യം. നമുക്ക് കൊറേ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കൊറേ വിളിക്കുന്നത്. എനിക്ക് എന്തായാലും ആടൊന്നും കിട്ടുന്ന തോന്നുന്നില്ല. ഒരെണ്ണം തന്നെ വളരെ കഷ്ടപ്പെട്ട് കിട്ടി. ഇതൊന്നും വേണ്ട. ഇപ്പൊ എന്തായാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവാൻ നമുക്ക് കിട്ടും. ഇങ്ങനെ ഫോണില് കളിക്കണോണ്ടാണോന്ന് അറിയില്ല, ഇത് ഇടയ്ക്ക് നല്ല രീതിക്ക് സ്റ്റക്കാവുന്നുണ്ട്. സ്റ്റക്കടിച്ച് കളിക്കാട്ടോ സാധനം. എന്നേല് കൊറേ ഡേട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടിടാം. അല്ലെങ്കിൽ ഇറങ്ങുമ്പോ തന്നെ മണ്ടങ്ങോട്ട് വീഴും. 21 കോബിൾ സ്റ്റോൺ ഉണ്ട് ഗൈസ്, ധാരാളം. ഇത് മതി. ഉള്ള ഡേട്ട് മൊത്തം എടുത്ത് വെക്കട്ടെ ഇപ്പൊ തലക്കാലത്തിന്. പോയത് വേസ്റ്റ് ആക്കാൻ പാടില്ല ഗൈസ്. ഫുഡൊന്നും നമ്മളങ്ങനെ വേസ്റ്റ് ആക്കുന്ന ആൾക്കാരൊന്നും. ഇതിന്റെ ഉള്ളിടാൻ മറ്റേ ഇതൊന്നുമില്ല. ഞാൻ അന്ന് വിചാരിച്ച കാര്യം വെച്ച് ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ തീർത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ തീർത്തുണ്ട്. ഈ 5 ഇതങ്ങോട്ട് വെക്കുക, ഇതങ്ങോട്ട് വെക്കുക പൂവലായിട്ട്. ഇനി അടുത്ത് ഇതങ്ങോട്ട് വെക്കുക പൂവലായിട്ട്. ഈ ഡൈയൊക്കെ എടുത്ത് ഇങ്ങോട്ടങ്ങോട്ട് വെക്കട്ടെ കേട്ടോ. നമുക്ക് നേരെ ഇതുണ്ടാക്കാം. അതെ, ഇത് നമുക്ക് കുറച്ചുകൂടി വുഡ് വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നണത്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വുഡിന്റെ ആവശ്യം വരില്ലായിരിക്കും. അപ്പൊ നമ്മള് അതിനിടയ്ക്ക് പിന്നെ അമ്മ വിളിച്ചു. ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിക്കുന്നുണ്ട്. എന്റെ പൊന്നൊരു കുക്കഡ് പോർക്ക് കഴിച്ചപ്പോ ഇത്ര നേരം. പോർക്ക് തന്നെയല്ലേ ഇത്? ഇത്രയൊക്കെ കൂടുവോ? കൊള്ളാലോ. പൊട്ടാത്തരം കാട്ടരുത്. ഞാൻ എപ്പോഴും അതേ കാട്ടാറുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ മൂടിയിട്ട് വരാം. അപ്പൊ അത് മൂടിക്കണ്ട് കാണാം. മൂടാൻ നേരത്താണ് ഇങ്ങനെ. ഓക്കെ മൂഞ്ചി കഷ്ടം നോക്കണ. ഞാൻ ബെഡില്ലാതെ തന്നെ പണ്ടാരം എത്ര ഓടണം എന്നറിയോ? അസല് മൂഞ്ചി. എന്റെ റോസ്റ്റഡ് പന്നിയും പോർക്കും ചിക്കനും മാങ്ങയും ഒക്കെ പോയി. രാത്രി ആയി കഴിഞ്ഞാൽ അതിലും വലിയ മൂഞ്ചൽ. എന്ത് കഷ്ടം. അയ്യോ
എന്റെ പൊന്ന് guys, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതിനെയാണ് നല്ല അസല് മൂഞ്ചൽ എന്ന് പറയാ. ഞാൻ തോൽവി സമ്മതിച്ചു. പോയ സാധനങ്ങൾ പോട്ടെ, എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ വലിയ കേവാന്നുള്ള കാര്യം ഞാൻ ഇപ്പഴാണ്. ഉറപ്പാ ഇതിന്റെ അടിയിൽ നിന്ന് തന്നെയായിരിക്കും ആ ക്രീപ്പറും പൊട്ടി മുളച്ചു വന്നിട്ടുണ്ടാവും. എന്നാലും എന്ത് കഷ്ടാണ്. ഇനിയിപ്പോ എന്തായാലും രാവിലെ ആണവരെ വെയിറ്റ് ചെയ്തിട്ട് രാവിലെ ആയിട്ട് കാണാം. രാവിലെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഇമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനത്തെ ഗൈസ്, നമുക്ക് അടുത്ത ഇമോട്ട് നോക്കാം. ഫോളോ മീ എന്താ കാട്ടാത്ത? അങ്ങനെ ഷാഡോ ബോക്സിങ്ങോ? ഇതോ ഷാഡോ ബോക്സിങ്ങോ? ഭയങ്കര ഇമോട്ടാണല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, അവിടെ ക്രീപ്പറുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. 3 ക്രീപ്പറും. വരാണ്ട് ഒരു 8 അവിടെ 8 നോക്കണ്ടല്ലോ. നല്ല പുറത്തേക്ക് ഇറങ്ങണോ? പകലാവൂല ഗൈസ്. ഇത് കഷ്ടം നോക്കണ. എയർ കണ്ടീഷണർ ഇട്ടതാ, ഇങ്ങനെ ആയിപ്പോയി. ഇതാണെങ്കി രാവിലെ ആവണില്ലല്ലോ. ഒരുമാതിരി പരിപാടി പോയല്ലോ ഗൈസ്. എന്ത് ചെയ്യും നമ്മൾ, എന്ത് ചെയ്യും? ഇന്ന് രാവിലെ ആവില്ല എന്നോട്ട് തോന്നണേ. ഇതിപ്പോ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ബെഡ് കിട്ടാത്തതിന്റെയാണ് ഈ വളരെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇപ്പൊ രാവിലെ ഈ നമ്മള് ബെഡ് കണ്ടുപിടിച്ചിട്ട് ബാക്കി പണിയുള്ളത് അല്ല പിന്നെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഒത്തിരി ഐഡിയ ഉണ്ട്. XP ഫാം ഒക്കെ ഉണ്ടാക്കണ വീഡിയോ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ XP ഫാം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ. 22 ബ്ലോക്കിന്റെ 22 തോന്നുന്നു. 22 ബ്ലോക്കിന്റെ മേലെയാണത് പണിയേണ്ടത് ആ കുന്തം. ഇത്തിരി പാടാണ്. എന്തായാലും അതൊക്കെ പണിയൊന്നും എനിക്ക് തന്നെ ഉറപ്പൊക്കെ ഒന്നുമില്ല. എന്തായാലും ഞാൻ 2 കളിപ്പിച്ച് ബെഡ് അന്വേഷണം തുടങ്ങുകയാണ്. 110 പടച്ചു കിട്ടോ? പിന്നാലെ എല്ലാരും കൂടി കൂട്ടം കൂടി വരുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ 110ലാണ് പടച്ചു വിടണ. കാണണ്ട അതിന്റെ സ്പീഡ്. ചാടണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോറിങ്ങിന് പോണം. അതിനെക്കാട്ടും ഇന്ന് ഞാൻ ബെഡ് കണ്ടുപിടിച്ചിട്ട് ബാക്കി എല്ലാം ചെയ്തോളൂ. നോർമൽ ട്രീ ഉള്ള ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ബെഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അവിടെ ഒത്തിരി ഇതൊക്കെ ഉണ്ട്. ബെഡ് എന്തായാലും കിട്ടും ഉറപ്പാണ്. മറ്റേത് ഒരുമാതിരി പിങ്ക് ട്രീ മാതിരിയുള്ള സ്ഥലമാണ്. എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അത്രല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അത്. ഇല്ല ഗൈസ്, ഇവരെ തിന്നാൻ പറഞ്ഞ പഴമാണ്. പക്ഷെ കുറച്ചുകൂടി വലുതാവണം. ഇല്ല കേട്ടോ ഗൈസ്, വെറുതെ വന്നു. ഇവിടെ ഒന്നുമില്ല. ലാസാലായിട്ട് ചമ്മി. പശു ഉണ്ട്, പശു. വേറെ ഒന്നുമില്ല. നമ്മളൊന്നും വഴിയതായിരുന്നു. ഫീലില്ല.
പന്നീനെയൊക്കെ എന്തായാലും കണ്ടതല്ലേ, അങ്ങനെ വെട്ടിയേക്കാം. കോഴിമുട്ടയാണോ അത്? അല്ലല്ലേ, കോഴിമുട്ട. അവിടെ ഒത്തിരി പന്നികളുണ്ട് കേട്ടോ ഗൈസ്. ആ കാര്യത്തില് ഹാപ്പിയാണ് ഞാൻ ഫുഡിന്റെ കാര്യത്തില്. നമുക്ക് പന്നി ഫാമിങ് ചെയ്യാനും നല്ലതായിരിക്കും. ഇതിപ്പോ നമ്മുടെ വീട് എവിടെയാണ്? മിസ്സിംഗ് ആയി ഗൈസ്. ഇനി ഈ വഴി എനിക്ക് ഇത് കണ്ടാ അറിയാം ഗൈസ്, കാരണം ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ വീട്. ഇനി ഈ വഴി പോയി നോക്കാം. ആ വഴിയാണ് ഞാൻ ഇപ്പൊ പോയി നോക്കിയത് ബെഡ് അന്വേഷിച്ചിട്ട്. ഇന്ന് എനിക്ക് എന്തായാലും ബെഡ് കണ്ടുപിടിക്കണം ഗൈസ്, അല്ലെങ്കിൽ ഇത് ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയാവും. ഉറങ്ങാനും പറ്റത്തില്ല, വെയിറ്റിംഗ് ആണ്. ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ ചാവുന്ന എനിക്ക് നല്ല ബോധമുണ്ട്, പക്ഷെ വെള്ളത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ചാവത്തില്ല. അയ്യോ അതാ തന്നെ താഴെ കോളുണ്ട് ഗൈസ്. അയണൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആക്രാന്തം കാട്ടുന്നില്ല. ആക്രാന്തം മൂത്ത് ചാവും ഗൈസ്. കാരണം ഞാൻ ഈ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ടൊന്നല്ല കളിക്കണത്. പിന്നെ ഫേക്ക് ഞാൻ ഒത്തിരി കളിച്ച് ഭ്രാന്തായതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒറിജിനലിന് വേണ്ടി കഷ്ടപ്പെട്ടത് വാങ്ങാൻ. പക്ഷെ എന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. ഇപ്പാണെങ്കിൽ പപ്പയും അമ്മയും സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇവിടെ കൊക്ക പോലത്തെ ഏരിയ ആണ് ഗൈസ്, മറ്റേ കൊക്കയില്ലേ അതേപോലത്തെ ഏരിയ ആണ്. ഇവിടെ ഒരു റീസോഴ്സ് എവിടെ ഗൈസ്, എന്റെ അനിയത്തിക്ക് നല്ല കാഴ്ച ശക്തി ഉണ്ട്. ഇതിനാണ് ഞാൻ എന്റെ അനിയത്തിനെയും കൂടെ വിളിച്ചിരുത്തിയേക്കണമെന്നൊന്നും ആരും കമന്റ് ഇട്ടേക്കരുത്, ഇതിനാണോന്നൊന്നും. പക്ഷെ എന്തായാലും എനിക്ക് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി ഓട കുഞ്ഞ് ഇവിടെ ഉണ്ട് ഗൈസ്. മൂഞ്ചി എന്റെ പൊന്നാളി, എന്തത് ചത്ത്. പൊരിച്ച് ക്രീപ്പർ ചാത്തൻ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഗൈസ്. ഒരു തലവേദന ഇത് ഞാൻ കറങ്ങി എന്റെ വീടിന്റെ അടുത്ത് തന്നെ എത്തിയില്ലോ. കുഞ്ഞാച്ചി കണ്ണുകൊണ്ട് നോൽക്കടി, ഇവിടെ എവിടെയെങ്കിലും ഷീപ്പുണ്ടോ? അവിടെ കുഞ്ഞു ഷീപ്പുണ്ട്. കുഞ്ഞു ഷീപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, എന്താ വലിയ ഷീപ്പ് വേണം ഗൈസ്. നമ്മുടെ വീട് തൊട്ടടുത്ത തേനീച്ചുള്ള വേണം കഴിഞ്ഞ പോയി കൊല്ലണം ഗൈസ്. എങ്ങാനും ചാവാണെങ്കിൽ എനിക്ക് ഇതാവാൻ വയ്യ ഗൈസ്. എന്റെ ഉള്ള സാധനങ്ങളൊന്നും കളയാ. അയ്യോ അമ്മേ, എന്റെ ഹെൽത്ത് നോക്കി. പെട്ടെന്ന് ഒരു ചിക്കൻ തിന്നണം ഗൈസ്. ചിക്കൻ പറന്നു. ഇതിന്റെ ഓട്ടോമാറ്റിക് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് വെച്ചാലുള്ള കുഴപ്പം അറിയാലോ ഗൈസ്, നല്ല മുട്ടങ്കാട്ട പണി കിട്ടും. ഒരു പോർക്കൊക്കെ കഴിച്ചാൽ മതി ഗൈസ്. പെട്ടെന്ന് തന്നെ വയന്ന് പറയും. ഓവർ റിയാക്ഷൻ ആയിട്ട് ഗ്യാസ് കിട്ടുന്നുണ്ട്. ഏമ്പക്കം കുറച്ച് ഡേർട്ട് കയ്യിലിരിക്കണത് വളരെ നല്ലതാണ് ഗൈസ്. ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പെട്ടുപോയി ഇട്ടിട്ട് മോളിക്ക് കയറാലോ സാധനം കൊണ്ട്. എനിക്കിപ്പോ വന്ന് പോർക്കെന്നെ ഭയങ്കര കൊണ്ട് ബെഡ് ഉണ്ട്. ഓനോ ഗൈസ്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഈ ആശാമാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, സൂംബി വില്ലേജർ ഗൈസ്. റോട്ടൺ ഫ്ലഷ് കിട്ടുന്നല്ലാണ്ട് എന്തത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഗൈസ്. ഇത് പൊരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
വാടാ നീ രണ്ടെണ്ണത്തിന് ബൈ വൺ ഗെറ്റ് വൺ ഇതിട്ട് കൊന്നു. എനിക്കും കൂടി തീരുന്നു. ഓക്കെ ഗൈസ്, ഈ തിളങ്ങളെ സാധനം എന്തായാലും ഒത്തിരി കയറ്റിണ്ട്. പൊട്ടറ്റോയോ ഗൈസ്, എന്താ അങ്ങോട്ട് തിന്നാ. പൊട്ടറ്റോ കാര്യമില്ല ഗൈസ്, പൊട്ടറ്റോ ഉണ്ടായിപ്പോ. ഇനി എന്തായാലും വെറുതെ വെക്കണ്ട ഗൈസ്, ആ സാധനങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഏത് പ്ലഷർ പ്ലേറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയ എനിക്കിപ്പോ വുഡ് കൊണ്ട് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാലും ആയിക്കോട്ടെ. ഒരു പ്ലഷർ പ്ലേറ്റ്. ഉള്ളിൽ നിന്നും പുറത്തേക്ക് കാണാൻ, പുറത്തുനിന്ന് ഉള്ളിലേക്കും കാണാം. ഇവിടെ വെക്കുന്നില്ല. ഓക്കെ ഗൈസ്, ഈ പ്ലഷർ പ്ലേറ്റ് കൊണ്ട് നല്ല പണി കിട്ടുന്ന എനിക്ക് അറിയാം. പക്ഷെ എന്തായാലും ഇപ്പൊ പ്ലഷർ പ്ലേറ്റ് ഇല്ലാണ്ട് വയ്യ ഗൈസ്. ഒരുമാതിരി തുറന്നിടാൻ ബുദ്ധിമുട്ടാ. വയ്യ. ഉദ്ദേശിച്ച സാധനം തിരിഞ്ഞു. നമുക്ക് അങ്ങോട്ട് തന്നെ ഒന്നുകൂടി പോവാം. കാരണം ഇത് പശുശാല. അതന്നെ പശു. പശുവിന് വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളയും. പക്ഷെ ആടാട് വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളയും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീറ്റില്ല ഗൈസ്. പന്നിയൊക്കെ അവിടെ കിട്ടെ. ഇവിടെ പന്നിയുടെ സ്ഥലമാണ് ഗൈസ്, പന്നി സ്ഥലമാണ്. ഇഷ്ടം പോലെ പന്നി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പന്നിയുണ്ട്. ആ കാര്യം എന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ് എനിക്ക്. കാരണം ഫുഡിന് വേണ്ടി ബുദ്ധിമുട്ടൊന്നുമല്ലോ. പന്നീനെ ഒത്തിരി ഉണ്ട് ഗൈസ്. പിന്നെ മാത്രല്ല ഒരു പോർക്ക് കഴിച്ച് അത്യാവശ്യം വിശപ്പും. തേനീച്ച കൂട്ടിക്കോ. തേനീച്ച പോയിസണാന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ കാടണോന്ന് കണ്ണിന്റെ കണ്ണുകൊണ്ട് സൂക്ഷിച്ചു നോക്കും. നേരത്തെ പോലെ ആടിനെ വല്ലതും കിട്ടിയാലോ. താഴെ ഉണ്ടാവും ചെലപ്പോ. താഴേക്കൊന്നും പോയിട്ട് കാര്യമില്ല. താഴെ അതിന്റെ ആടിന്റെ ശബ്ദം കേൾക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആടില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചടിക്കൂട്ടോ. ഇനി പോ, ഇവിടെ ഒന്നല്ല അങ്ങോട്ട് പോ. പറഞ്ഞ വേൾഡ് ഫുള്ള് ചുറ്റിക്കൊന്നു. ഇവിടെ ആടൊന്നും ഇല്ല കൈ. തേനീച്ച ഉണ്ടോണ്ട് എന്താ കാര്യം? തേനീച്ച നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തേന എടുക്കാൻ പറ്റും, പക്ഷെ അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്നിട്ട് വേണം അതൊന്ന് കുത്താൻ. കുത്തും ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കൈ, ഇങ്ങനെ വന്ന് കുത്തും പോലെ. ഞാനത് പൊട്ടിക്കും. രാത്രി ആവാറായിട്ടോ ഗൈസ്. ഞാൻ മൂഞ്ചിന്നാണ്. ഇവിടെയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ കാണാനില്ല. ഷീപ്പ് എവിടെ? ഇത് വല്ലാത്ത ചതിയായി ഗൈസ്. എന്തൊരു വിധി, ഇത് വല്ലാത്ത ചതി. ഇത് ചതിയാണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് ശരിയല്ല. മൈൻക്രാഫ്റ്റ് പോട്ടെ. എവിടെയുണ്ട് സമയത്ത് 10 മണി. മമ്മിനെ പോയി വിളിച്ചോ. ഞാനാണെങ്കിൽ അവസ്ഥയായി. അപ്പൊ ശരിക്കും അപ്പൊ നമ്മളെന്തായാലും തിരിച്ച് വീട്ടിൽ പോട്ടെ. ഇനി എന്തായാലും രാത്രിയായി. കിട്ടിയ സാധനങ്ങളെ ചോദ്യങ്ങൾ നോക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്. പിന്നെ വീടന്നെ എവിടെയാന്ന് ഞാൻ മറന്നുപോയി. അതാണ് വേറെ പ്രശ്നം. പൊരിച്ച് കഴിച്ച എന്റെ വീട് എവിടെയാന്ന് ഞാൻ മറന്നു. ഇത് ഭയങ്കര കഷ്ടാട്ടോ ഗൈസ്. അല്ലെങ്കില് ഒരു കോപ്പാണ്. ഇതിനിടയ്ക്ക് ഞാൻ വീടും കൂടി മറന്നു. പക്ഷെ എന്ത് കഷ്ടം നോക്കണേ. ഇവൻ എന്നെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ എന്നെയും കൂടി പോയിച്ചിട്ട് കൊല്ലും. പോയിച്ചിട്ട് ഞാൻ ചത്ത്.
ഞാൻ ചത്തു guys, പേടിക്കണ്ട. ഫൈറ്റിനൊന്നും പോവാനൊന്നുമില്ല. ഇതൊക്കെ 4 ആക്കി വെച്ചതെന്ന് വെച്ച് എന്ത് ചെയ്യാനാ നോക്കണം. എടാ വീട് മിസ്സിങ് ആയി guys. We are lost. Oh, I am lost. അപ്പൊ guys, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ നമ്മളെന്തായാലും പോയി ചാവണം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ വീട് എവിടെയാന്ന് കാണാനില്ല. എന്നെ കൊല്ല് നന്നായുള്ളത്. പോവാണെങ്കി പോട്ടെ, അല്ല പിന്നെ അത് കുറച്ച് 4 എണ്ണല്ലേ പോയുള്ളൂ. നമുക്ക് ഇനി ഉണ്ടാക്കാം guys. ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമല്ല. രാത്രിയിൽ പോയിട്ട് അങ്ങോട്ട് കുറച്ച് ധൈര്യം കാട്ടിയാൽ മതി. പാക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത്ര പണിയൊന്നുമില്ല. നല്ല നേരത്തെ ലോസ്റ്റ് ആയില്ലായിരുന്നെങ്കിൽ. അപ്പൊ guys, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഒരു ഗുണം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോ കൊണ്ട്. അപ്പൊ നിങ്ങള് എന്തായാലും ഇനിയും വരുന്ന ഓർക്കാം മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ. അത്രേ ഉള്ളൂ. എല്ലാ ശനി ഞായറും വരും guys. അപ്പൊ നാളത്തെ വീഡിയോയില് എന്തായാലും ഞാൻ ബെഡ് ഉണ്ടാക്കും. അല്ലെങ്കിൽ പറ്റൂല guys, ഇത് ശരിയാവൂല. അല്ലെങ്കിൽ നമുക്ക് നല്ല മുട്ടൻകാട്ടം പണി കിട്ടും. അതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ ബെഡ് ഉണ്ടാക്കും guys. അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.